വീട്ടിലാവട്ടെ പുറത്താവട്ടെ ഏത് പരിപാടിക്കും ഏതിൽ പോയിട്ടുണ്ടെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യണ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ എടുക്കാറില്ല. അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയവരൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ഒഴിവാക്കി വിടാൻ വേണ്ടി എന്തെങ്കിലും ഫുഡൊക്കെ കയ്യിൽ കൊടുത്തിട്ട് മാറ്റി വിടും. അങ്ങനെ ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, കുട്ടിക്ക് ഫുഡ് കൊടുത്ത് ഈ കുട്ടി കഴിക്കലുണ്ടോ, ചിപ്സ് കഴിക്കലുണ്ടോ. അപ്പോൾ കുട്ടിയുടെ മമ്മി പറഞ്ഞു, ഓ ഷുവറിൻ്റെ 6 പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും കുട്ടിക്ക് ചങ്ക് കെട്ടിയിട്ടോ. ഈ കുത്തിച്ചാരി വെച്ചേക്കണ ഈ റെഡാണ് കുട്ടിയുടെ മമ്മിട്ടാ. കുട്ടീൻ്റെ കണ്ണ് നിലയിലായിട്ട് മമ്മിക്ക് യാതൊരു കുലുക്കൂല. കുട്ടിക്ക് അറിയില്ലല്ലോ എൻ്റെ മമ്മി വെറും ഡമ്മി മാത്രമാണെന്ന്. അപ്പോൾ ഈ ഡമ്മി മമ്മിയൊക്കെ വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ നാളെ ഉംറക്ക് പോവാണ്. അപ്പോൾ ഉപ്പാൻ്റെ 2 പെങ്ങന്മാരും ഉപ്പാനെ കാണാൻ വന്നതായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞാമ്മയും കുട്ടികളും അത് വേറെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പോയി. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലുള്ള സ്ഥിര നാടകമാണ് കേട്ടോ. അപ്പോൾ ഇവരെ വൈകുന്നേരമായിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെയും കൂട്ടിലാക്കണം കേട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഉപ്പാനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. രാവിലെ 10 മണിയായപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ച്, പിന്നെ ഗ്രൂപ്പിൽ പോണ കാരണം എല്ലാവരും അവരുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പാലിച്ചിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ അവിടെയും കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും സെബിയും എൻ്റെ ഇത്താത്താൻ്റെ മോനും എല്ലാവരും ഉണ്ടായി. അങ്ങനെ ദേ എൻ്റെ ഒപ്പം പോവാണ്. 15 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. എന്നാലും ചെറിയൊരു സങ്കടം കേട്ടോ. അങ്ങനെ ഉപ്പ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്. ബൈ.